അപ്പോൾ ഇനി വെറും 6 മാസമേ ഉള്ളൂ നമ്മുടെ തിമ്മണ്ണൻ സ്റ്റേജിൽ വന്ന് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് iPhone 17 സീരീസിനെ പറ്റി പറഞ്ഞു തുടങ്ങാൻ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ iPhone 17 സീരീസിനെ പറ്റി ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള അതിൻ്റെ ഡിസൈൻ CAD ഫയൽ ലീക്ക്, അതോടൊപ്പം പുതുതായിട്ട് വരാൻ പോകുന്ന ഒരു മോഡലാണ് 17 എയർ, അതോടൊപ്പം 17 Pro സീരീസിൽ ലഭിക്കാൻ പോകുന്ന പുതിയ ക്യാമറ ബംപ് ഡിസൈൻ ചേഞ്ചസ്, അങ്ങനെയുള്ള സകല കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ദിസ് ഈസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ ഈ വർഷവും ആപ്പിൾ 4 മോഡൽസ് ആയിരിക്കും 17 ലൈനപ്പിൽ കൊണ്ടുവരാൻ പോകുന്നത്. എന്നാൽ ഈ വർഷത്തെ ഒരു പ്രത്യേകത, കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ഇപ്പം 12-13 സീരീസിൽ ഒരു 13 മിനി അല്ലെങ്കിൽ മിനി എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ടായിരുന്നു. സെയിൽസിൽ വന്ന ഇടിവ് കൊണ്ടാണ്, അതായത് ഉദ്ദേശിച്ച അത്ര സെയിൽസ് ഈ ഒരു മിനി സീരീസിന് ഉണ്ടാക്കാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ ആപ്പിൾ അത് സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു ചെയ്തത്. അതിനുശേഷം ഇറങ്ങിയ 14, 15, 16 സീരീസിൽ നമുക്കറിയാം പ്ലസ് സീരീസാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പ്ലസ് സീരീസുകളുടെ അവസ്ഥയും മിനി സീരീസിൻ്റെ പോലെ തന്നെയാണ്. അധികം സെയിൽസ് ഈ പറഞ്ഞ ഡിവൈസുകൾക്ക് നടക്കുന്നില്ല അല്ലെങ്കിൽ സെയിൽ ആകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആപ്പിൾ ഈ വർഷം അതിനൊരു മാറ്റം കൊണ്ടുവരുവാണ്. ആപ്പിളിൻ്റെ ചരിത്രത്തിൽ തന്നെ നമ്മൾ കാണാൻ പോകുന്ന ഏറ്റവും ആദ്യത്തെ ആപ്പിളിൻ്റെ തിന്നസ്റ്റ് ഐഫോൺ ആയിട്ടുള്ള iPhone 17 എയർ. നിങ്ങൾ ഈ കാണുന്നത് അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള CAD ഇമേജ് ലീക്കാണ്. അതിൽ നിങ്ങൾക്ക് കാണാം റെഗുലർ ആയിട്ടുള്ള ഒരു iPhone 17. അത് നിലവിലുള്ള iPhone 16 സീരീസ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. യാതൊരു വ്യത്യാസവും ആ ഒരു ഡിസൈനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. എന്നാൽ ബാക്കിയുള്ള 3 മോഡൽസിലും നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. ഒന്ന് iPhone 17 എയർ സീരീസാണ്. അതിലൊരു സിംഗിൾ ക്യാമറയാണ് വരുന്നത്. ബാക്കിയുള്ള 2 പ്രോ സീരീസാണ്, 17 Pro ആൻഡ് 17 Pro Max. ഈ ഒരു ഇമേജിൽ തന്നെ നമുക്ക് കാണാം ഓട് വണ്ണായിട്ട് പെട്ടെന്ന് നമുക്ക് നോട്ടീസ് ആകുന്ന ഒരു ഫോണാണ് iPhone 17 എയർ എന്ന് പറയുന്നത്. സോ ഈ ഒരു എയർ സീരീസ് ആദ്യമായിട്ട് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇതിനെപ്പറ്റിയുള്ള ലീക്സും റൂമേഴ്സും മിഞ്ചിക്കോ പോലെയുള്ള ആളുകൾ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു റെൻഡേർഡ് ഇമേജിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ ഒരു 17 ലൈനപ്പിലെ തന്നെ ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള ഫോണായിരിക്കും 17 എയർ എന്ന് പറയുന്നത്. കമ്പയറിംഗ് ടു കറണ്ട് ലൈനപ്പിലെ ഇപ്പോൾ iPhone 16 Pro Maxുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പം ഈ ഒരു ഡിവൈസിൻ്റെ സൈസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും അതൊരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും കയ്യിൽ ഈ ഒരു ഡിവൈസ് ഹോൾഡ് ചെയ്യാനും യൂസ് ചെയ്യാനും എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ സിംഗിൾ ക്യാമറ മൊഡ്യൂളാണ്. കറണ്ട് ലൈനപ്പിലുള്ള 16E കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരൊറ്റ സിംഗിൾ ക്യാമറ അവിടെ കൊടുത്തു അങ്ങനെ പോയേക്കുന്ന ഒരു ഡിസൈൻ അല്ല. അതിന് പകരം ആ ഒരു എൻറ്റയർ മൊഡ്യൂള് കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്ന രീതിയിലുള്ള, ഇത് കാണുമ്പം തീർച്ചയായിട്ടും ഗൂഗിൾ പിക്സൽ സീരീസുമായിട്ട് വളരെയധികം സിമിലാരിറ്റീസ് ഈ ഡിസൈനിൽ ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഗൂഗിൾ പിക്സലിൻ്റെ ആപ്പിൾ കോപ്പി അടിച്ചെന്നും പല ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു വാദത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ലാതായി പോവാണ്. അതിനുള്ള കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആപ്പിൾ ഡിസൈൻ എന്ന് പറയുന്ന ഈ ഒരു പേജിൽ അവർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ ആപ്പിളിൻ്റെ ഡൈനാമിക് ഐലൻഡ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് പല ആക്ടിവിറ്റീസും വരുന്ന അനുസരിച്ച് അത് എക്സ്പാൻഡ് ചെയ്യും. അത് എക്സ്പാൻഡ് ചെയ്യുന്ന സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഡിസൈനിലാണ് ആപ്പിൾ ഈ ഒരു ബാക്ക് ക്യാമറ ബമ്പ് കൃത്യമായിട്ട് കൊടുത്തേക്കുന്നത്. iPhone എയറിലാണെങ്കിലും 17 Pro സീരീസിലാണെങ്കിലും. ഇനി ഇതിൻ്റെ ബോഡി റെഗുലർ iPhone 17 സീരീസിൽ വരാൻ പോകുന്ന പോലെ തന്നെ അലുമിനിയം ആയിരിക്കും ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇതിൻ്റെ ഓവറോൾ സൈസ് എന്ന് പറയുന്നത് റെഗുലർ iPhone 17 സീരീസിൽ 6.1 ആണ് എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വരുമ്പോൾ അത് 6.6 ഇഞ്ചസ് ആയിരിക്കും ഇതിൻ്റെ ഓവറോൾ ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ 6.6 ഇഞ്ചസ് Pro Maxനേക്കാൾ കുറച്ചും കൂടെ ചെറുതാണ്. പക്ഷേ ഇതിൻ്റെ ഓവറോൾ തിക്നെസ്സും സൈസും കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ആ ഒരു എൻറ്റയർ ലൈനപ്പിൽ തന്നെ പ്രത്യേകതകളുള്ള മോഡലായിരിക്കും 17 എയർ എന്ന് പറയുന്നത്. അതോടൊപ്പം റെഗുലർ iPhone 17 സീരീസിൽ ഇപ്പം നിലവിലുള്ള പോലത്തെ തന്നെ ഡിസൈൻ പ്രിൻസിപ്പിളാണ് അതിൽ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞ മോഡൽസ് എല്ലാം തമ്മിലുള്ള കോമൺ ആയിട്ടുള്ള മാറ്റങ്ങളെ പറ്റി ഞാൻ അവസാനം വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും. ഇനി iPhone 17 Pro സീരീസിലേക്ക് വരുമ്പോൾ എപ്പോഴും നമ്മൾ കാണുന്ന സ്ഥിരമായിട്ട് എനിക്ക് തോന്നുന്നു 7-8 വർഷമായിട്ട് നമുക്കറിയാം സ്ഥിരം ആപ്പിൾ സിമിലർ ഡിസൈനാണ്. ഇറങ്ങി കഴിയുമ്പം അതിനെപ്പറ്റി ട്രോൾ ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാനേ ഉള്ളൂ. പക്ഷേ 2025 വരുമ്പോൾ 17 സീരീസിലേക്ക് വരുമ്പോൾ ആപ്പിൾ കാര്യമായിട്ടുള്ളൊരു അഴിച്ചുപണി ഈ ഒരു ഡിസൈൻ്റെ കാര്യത്തിൽ അറ്റ്ലീസ്റ്റ് ഇൻ ദ ബാക്ക് സൈഡ് ആപ്പിൾ കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിലെ കാര്യമോ അല്ലെങ്കിൽ ഓവറോൾ ഉള്ള അല്ലെങ്കിൽ മൊത്തത്തിലുള്ള റീഡിസൈൻ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അതിനുള്ള ആ ഒരു കാര്യത്തിലേക്ക് വരാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ ഈ വർഷം 2025 ആപ്പിൾ ബാക്ക് സൈഡിലെങ്കിലും കാര്യമായിട്ടുള്ളൊരു മാറ്റം കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് ഈ CAD ലീക്കുകൾ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നത്. അതിനെപ്പറ്റിയുള്ള പല ഇമേജുകളും ഓൾറെഡി ജോൺ പ്രോസർ അദ്ദേഹത്തിൻ്റെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ iPhone 17 Pro സീരീസിലേക്ക് വരുമ്പം അതിൻ്റെ മേജർ റീഡിസൈൻ നടക്കുന്നതെല്ലാം ഈ ഒരു ക്യാമറയുടെ ബാക്ക് പാനലാണ്, ഈ ഒരു ഏരിയയിലാണ്. കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ iPhone 12 മുതലുള്ള ഐഫോണുകളുടെ ബാക്ക് ഇമേജുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുവാണെങ്കിൽ മനസ്സിലാകും. iPhone 12നേക്കാൾ ലാർജർ ആയിട്ടുള്ള ഒരു ക്യാമറ മൊഡ്യൂളാണ് 13ലേക്ക് വന്നപ്പം ലഭിച്ചത്. അതിനേക്കാൾ ലാർജർ ആയിട്ടുള്ള ഒരു ക്യാമറ മൊഡ്യൂളാണ് 14 സീരീസിലേക്ക് വന്നപ്പോൾ നമുക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ 15 സീരീസിലും 16 സീരീസിലും ഈ പറഞ്ഞ പോലത്തെ ലാർജർ ആയിട്ടുള്ള ഒരു ക്യാമറ മൊഡ്യൂളാണ് നമുക്ക് ലഭിക്കുന്നത്. ഓരോ വർഷം കഴിയുന്തോറും ഈ ഒരു ക്യാമറ മൊഡ്യൂളിൻ്റെ സൈസ് ചെറുതായിട്ട് വലുതാകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. എന്നാൽ ഈ ഒരു 17 Pro സീരീസിലേക്ക് വരുമ്പം ഇതിൽ കൊണ്ടുവരാൻ പോകുന്ന മേജർ ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഇതൊരു ക്യാമറ സെൻസറിനകത്താണ്. എസ്പെഷ്യലി
ടെലിഫോട്ടോ സെൻസർ. അത് 14 മെഗാ പിക്സലിലേക്ക് ആപ്പിൾ അപ്ഗ്രേഡ് ചെയ്യുന്നു. ഇപ്പം നമുക്കറിയാം ആദ്യം ഐഫോൺ 14 പ്രോ സീരീസിൽ 48 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസർ കൊണ്ടുവന്നു. അവിടുന്ന് 15 സീരീസിലേക്ക് വന്നപ്പോഴും അതേ മാറ്റങ്ങൾ തന്നെ ആപ്പിൾ കൊണ്ടുവന്നു. എന്നാൽ 16 സീരീസിലേക്ക് വന്നപ്പം 2 48 മെഗാ പിക്സലിൻ്റെ സെൻസറാണ് ആപ്പിൾ നിലവിൽ ഈ ഒരു 16 സീരീസിൽ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ 17 പ്രോ സീരീസിൽ കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന അതേ മാറ്റം തന്നെ ഈ വർഷവും കൊണ്ടുവരുവാണ്. ഇതിന് മൂന്നാമത്തെ സെൻസറായിട്ടുള്ള അല്ലെങ്കിൽ മൂന്നാമത്തെ ലെൻസ് ആയിട്ടുള്ള ടെലിഫോട്ടോ ലെൻസിന് 2 കാര്യങ്ങളാണ് മാറാൻ പോകുന്നത്. ഒന്ന്, ഇപ്പോൾ ഉള്ള 12 മെഗാ പിക്സൽ സെൻസർ മാറി ആപ്പിൾ പുതുതായിട്ടുള്ള 48 മെഗാ പിക്സൽ സെൻസർ ഈ ഒരു ടെലിഫോട്ടോ ലെൻസിന് കൊടുക്കുവാണ്. 2, ഈ ടെട്രാ പ്രിസം ലെൻസ്, ടെലിഫോട്ടോ ലെൻസ് വർക്കാവുന്ന ടെട്രാ പ്രിസം ലെൻസിലാണ്, അതിലും കാര്യമായിട്ടുള്ള ഒരു ചേഞ്ച് കൊണ്ടുവരുവാണ്. ഈ പറഞ്ഞ 3 മാറ്റങ്ങൾ, 3 ലാർജ് സെൻസേഴ്സിനെ ഈ പറഞ്ഞ സ്പേസിലേക്ക് ഒതുക്കുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ആപ്പിൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ലാർജറായിട്ടുള്ള ഒരു ക്യാമറ ബമ്പ് ഈ വർഷം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ പ്രൊട്യൂഡ് ചെയ്ത്, അതുകൊണ്ടാണ് ഈ ഒരു ഇമേജിൽ കാണുന്ന പോലെ ആ ഒരു മൈക്രോഫോൺ, അതോടൊപ്പം ലൈഡാർ സെൻസർ, ഫ്ലാഷ്, ഈ 3 കാര്യങ്ങളും ആ റൈറ്റ് സൈഡിലേക്ക് പോകുന്നതും ഈ ഒരു സെൻസറിനെയും ലെൻസിനെയും അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു റീഡിസൈൻ ക്യാമറ ബമ്പിന് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആവശ്യത്തിന് സ്പേസ് അകത്ത് ലഭിക്കും. അതായത് ഇന്റർണലി നമുക്ക് ഈ പറഞ്ഞ ഡിവൈസുകൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ ഉണ്ടാകാൻ പോകുന്ന രണ്ടാമത്തെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററിയാണ്. നമുക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ലാർജർ ആയിട്ടുള്ള ഒരു ബാറ്ററി നമുക്ക് ഈ പ്രോ സീരീസിൽ, ഈ 2 പ്രോ സീരീസിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ ബെറ്റർ ആയിട്ടുള്ള ബാറ്ററിയും ലഭിക്കും, അതോടൊപ്പം ബെറ്റർ ആയിട്ടുള്ള ക്യാമറ സെൻസേഴ്സും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഐഫോൺ 17 സീരീസുകളെല്ലാം തന്നെ EVT സ്റ്റേജിലാണ്, എഞ്ചിനീയറിംഗ് വാലിഡേഷൻ ടെസ്റ്റ് സ്റ്റേജിലാണ്. അതുകൊണ്ട് തന്നെ ഇനിയും നമുക്ക് ടൈമുണ്ട് പുതിയ ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ അറിയാം. ഇതിൽ വരുന്ന മാറ്റങ്ങളെ പറ്റി തീർച്ചയായിട്ടും നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഇനി എൻറ്റയർ 17 ലൈനപ്പിലെ 4 മോഡൽസിലും നമുക്ക് കോമൺ ആയിട്ട് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള നമ്മളുടെ ആഗ്രഹമാണ് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐഫോണുകൾക്ക് എന്തുകൊണ്ട് അവരുടെ റെഗുലർ മോഡൽസിൽ നമുക്ക് 120 ഹെർട്സ്, അറ്റ്ലീസ്റ്റ് 90 ഹെർട്സ് എങ്കിലും ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി ആപ്പിൾ എന്തായാലും ഈ വർഷം മാറ്റുവാണ്. 4 മോഡൽസിലും നമുക്ക് 120 ഹെർട്സ് പ്രോ മോഷൻ ഡിസ്പ്ലേ ആയിരിക്കും ആപ്പിൾ കൊടുക്കാൻ പോകുന്നത്. അതായത് പ്രോ സീരീസിലുള്ള പോലെ തന്നെ സെയിം ഡിസ്പ്ലേ ആയിരിക്കും. അതുകൊണ്ട് തന്നെ 1 നിറ്റ്സ് വരെ നമുക്ക് ലോവർ ഡൗൺ ചെയ്യാൻ പറ്റുന്ന ഇതുപോലത്തെ സെയിം ഡിസ്പ്ലേ തന്നെ ആയിരിക്കും ആപ്പിൾ ലോവർ എൻഡ് മോഡൽസിൽ അല്ലെങ്കിൽ റെഗുലർ ഐഫോൺ 17ലും 17 എയറിലും കൊടുക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഫീച്ചറും ഇതിൽ ലഭിക്കുന്നതായിരിക്കും. 4 മോഡൽസിലും നിലവിൽ അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ മോഡൽസിനേക്കാൾ സ്ലൈറ്റ്ലി ലാർജർ ആയിട്ടുള്ള ഒരു പുതിയ ബാറ്ററി ആയിരിക്കും ആപ്പിൾ കൊടുക്കാൻ പോകുന്നത്. 3, ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയിൽ വരുന്ന അപ്ഗ്രേഡാണ്. 24 മെഗാ പിക്സലിൻ്റെ പുതിയ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ സെൻസർ ആയിരിക്കും 4 മോഡൽസിലും ആപ്പിൾ കൊടുക്കാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇനി മുതൽ സെൽഫീസ് അടിപൊളിയായിരിക്കും. നിലവിലുള്ള 12 മെഗാ പിക്സലിനേക്കാളും ഫാർ ബെറ്റർ ആയിരിക്കും പുതിയ 24 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ. 4, Wi-Fi 7 സപ്പോർട്ട് ആപ്പിൾ 4 മോഡൽസിലും കൊടുക്കുന്നു. അതിൽ ഐഫോൺ 17 എയറിൽ മാത്രമായിരിക്കും ആപ്പിളിൻ്റെ ഇൻ ഹൗസ് ചിപ്പായിട്ടുള്ള പുതിയ C1 എന്ന് പറയുന്ന മോഡം ആപ്പിൾ കൊടുക്കാൻ പോകുന്നത്. ബാക്കി എല്ലാ മോഡൽസിലും ആപ്പിളിൻ്റെ നിലവിലുള്ള പോലെ തന്നെ ക്വാൽക്കത്തിൻ്റെ മോഡമായിരിക്കും കൊടുക്കാൻ പോകുന്നത്. കാരണം ഇപ്പം 16E ആപ്പിൾ അത് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ലാത്ത ഒരു റിസൾട്ടാണ് എല്ലായിടത്തുനിന്നും, പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടാണ് ലഭിക്കുന്നത്. പക്ഷേ അതിന് കുറച്ച് പോരായ്മകളുണ്ട്. ഒന്ന് Wi-Fi 6 ആണുള്ളത്, അതോടൊപ്പം മില്ലിമീറ്റർ 5G ആൻറ്റിന അതിനില്ല. അപ്പോൾ അതെല്ലാം പരിഹരിച്ചുകൊണ്ടായിരിക്കാം മിക്കവാറും ആപ്പിൾ 17 പ്രോയിലേക്ക് വരുമ്പം ഈ ഒരു C1ൻ്റെ തന്നെ നെക്സ്റ്റ് വേർഷൻ ആയിരിക്കും കൊടുക്കാൻ പോകുന്നത്. അതോടൊപ്പം Wi-Fi 7 ആപ്പിൾ അപ്ഗ്രേഡ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ C2 എന്ന് പറയുന്ന ഒരു പുതിയ ചിപ്പും നമുക്ക് മേ ബി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. 5ാമത് ആപ്പിളിൻ്റെ പുതിയ ചിപ്പ് SoC A19 എന്നുള്ള ചിപ്പായിരിക്കും ആപ്പിളിൻ്റെ 17ലും 17 എയറിലും കൊടുക്കുന്നത്. A19 പ്രോ ചിപ്പായിരിക്കും ആപ്പിളിൻ്റെ പ്രോ സീരീസിൽ വിത്ത് 12GB റാം ആയിരിക്കും ആപ്പിൾ കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ലീക്സിലും റൂമേഴ്സിലും നമുക്കറിയാൻ സാധിക്കുന്നത്. എനിവേ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഐഫോൺ 17 സീരീസിനെ പറ്റി നമുക്ക് അവൈലബിൾ ആകുന്ന ലീക്സ് ആൻഡ് റൂമേഴ്സ്.